എന്തൊക്കെ സാധനങ്ങൾ ഇറക്കി വിടണേ. 2 ഇഡലി 1 പൂരി. അതെ 2 ഇഡലി 1 പൂരി. അതെ 2 ഇഡലി കഴിക്കുന്നുണ്ടോ? വായ അടച്ചു വെച്ചാൽ എങ്ങനെയാ ചേട്ടാ കഴിക്കുന്നത്? ഇത് ഞാൻ സംസാരിക്കുന്ന പോലെ ഇരിക്കുന്നളിയാ. അല്ല അത്രയ്ക്ക് എന്തായാലും വൃത്തിയായില്ലടാ. ഇതവനല്ലേ കുട്ടപ്പനല്ലേ? കുട്ടപ്പൻ. അതെ കുട്ടപ്പൻ. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നമായിരുന്നു. രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചു തന്നെയാ. എന്നിട്ട് ഞാൻ അയാളോട് നല്ലത് പറഞ്ഞപ്പോ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? പ്രഗ്നന്റ്. ഇതെന്റെ കൊച്ചൊന്നുമല്ല. ശോഭ എന്നോട് ക്ഷമിക്കൂ. ഞാൻ അതിന്റെ ഷാജി. മോളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഷാജിയാണ് മോളെ. ഞാൻ ഇതെല്ലാം സോൾവ് ചെയ്തോളാം. ഒരു കളി കളിച്ചാൽ തീരാവുന്ന പ്രശ്നം. എന്റെ ബാക്ക് ഇങ്ങനെയാണോ? അത് പടം കണ്ടവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ള കേസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സത്യം പറയല്ല. നല്ല ഫിലിം. ഓ കണ്ടു പടക്കം. നല്ല പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് അരുൺ ബ്രോയെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം. ആള് നമ്മുടെ നാട്ടുകാരനാ. പുള്ളി അത് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത് എനിക്ക് ഒരു വലിയൊരു സന്തോഷമുള്ളായിരുന്നു. ഞാൻ നേരെ വിളിച്ച് പടം കണ്ടപ്പോഴേ വിളിച്ച് പറഞ്ഞായിരുന്നു. പടം കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്ക് കേസ്. നല്ല പടമാണ്. നല്ല പടമാണ്. ഈസി ഗെയിം ആയിരുന്നു. അല്ല എനിക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ ഗൈസ്. നമ്മൾ ഈ ഗെയിം വെറുതെ കീരി എവിടുന്നോ തപ്പി പിടിച്ചോണ്ട് വന്ന് കളിച്ചതാണ് ഈ ഗെയിം. ഈ ഗെയിമിന്റെ സ്ട്രീമിന് ശേഷം ഇൻസ്റ്റഗ്രാമില് ഇത് മൊത്തം ഇത് തന്നെയായിരുന്നു. അത് ഞാൻ കളിക്കണതല്ല, ആരൊക്കെയോ കളിക്കണേ. റാൻഡം ആൾക്കാർ കളിക്കണത് ട്രെൻഡിങ് ആയത്. ഷംനാഥ്കാർ കളിക്കണത് ട്രെൻഡിങ് ആയത്. ഷംനാഥ് ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇതിന്റെ കുറെ ഉണ്ടോ. ഏതൊക്കെയോ മോഡലുണ്ട് ഇതിന്റെ ഗെയിംസ്. ഭയങ്കര ഹാപ്പിനെസ് ഗെയിം കളിക്കുമ്പോ. സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. നിങ്ങളെ കണ്ടതല്ലേ സ്ട്രീറ്റ്. I can't believe this. Statues got moving. Statue of Liberty. എന്ത് സാധനമൊക്കെ അല്ലേ അത്. ലൈവിലിരുന്ന് കുറച്ച് പാട്ട് പാടുകളൊക്കെ അവന് തന്നെ അറിഞ്ഞൂടാ അവരെന്തൊക്കെയാ പാടുന്നത് കേട്ടാ. കുറെ പാട്ട് എഴുതി ആള് കുറെ പാട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. കുറച്ച് പാട്ടുകൾ പുള്ളി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഇടക്കിടെ ഞാൻ പറഞ്ഞ ഡിസ്കോ ട്രോൾസിൽ ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അടുത്തിരുന്ന് മൂളല്ലെന്ന്. കൊച്ചുവിന്റെ ഉയർച്ചയും താഴ്ചയും കണ്ടു. കൊച്ചുവിന്റെയോ? പാവട ഇവരെന്താ മൂഡ് സ്വിങ്സ് ഉണ്ടോ ഈ ലൈഫിന്? അയ്യോ അത് വരച്ചവൻ. ഇത് മറ്റേ മരിച്ചെന്ന് പറയില്ലേ, ചുമ്മാ മരിച്ചെന്നല്ലടാ, പേന വരച്ചെന്ന് പറയില്ല. അങ്ങനെ സീരിയസ് ആയിട്ടാണ് അളിയാ. അല്ലല്ല ഇത് പുള്ളി ഇപ്പൊ സീരിയസ് അല്ല. ഇപ്പൊ വാർഡിലോട്ട് മാറ്റി. ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ വേറെ അന്വേഷണം കിടില്ല. എനിക്ക് നിന്റെ അടുത്ത് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് അറിയാലോ നീ വട്ടനാണെന്ന്.
ബ്രോ ഇതെന്നെ അനിയൻ വരച്ചതാ. അഭിജിത്ത് ABC. ആ ഞാൻ കണ്ടു. നിവിൻ LC-യിൽ കയറിയല്ലേ? നിവിൻ LC-യിൽ കയറിയടാ രഘുലേ. LC എന്താടാ? LC എന്താ രഘുലേ? അണ്ണാ ഫോൺ പോയതുകൊണ്ട് പഴയ ഫോണിലാണ് വീഡിയോ ഇട്ടത്, അതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത. എന്നാലും വരച്ചതിന് ക്വാളിറ്റി ഒരിക്കലും പോവില്ല. ഒരു ദിവസം പിക്ക് തരാൻ ഞാൻ വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഹരീഷ് താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. മനസ്സിലായി അല്ല മാങ്ങ നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. 5 രൂപ കുറച്ച് കൂടുതലാ, 2 രൂപ പോരെ. വേഷം രാജാവിന്റെയും സ്വഭാവം പിച്ചക്കാരന്റെ. എന്തോരം തേങ്ങയിരിക്കണോ അല്ല വെറുതെ നോടെ. ഇതെന്താ രാജാവ് സെല്ലട്ടപ്പോ? ഇത് 5-ന്റെ നോട്ടിന്റെ അവല. ഓണടിച്ചതാ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഇതെന്താ വഞ്ചോ തുഴഞ്ഞു പോവാൻ? ഞാൻ ഈ കുപ്പായ ഇടാൻ തുടങ്ങിയിട്ട് വർഷം എത്ര എന്നറിയോ? 12 വർഷം. 12. അതാണ് ഇവിടെ ഒരു നാറ്റം. സാറിനതൊന്ന് ഒരു കഴിയൂടെ? ഈ മീശ നോക്കി തമാശ പറയുന്നോടാ. പിടിച്ച് ഞാൻ പോലീസിൽ ചേർക്കും. ഒന്ന് കിട്ടിയാൽ എന്താ പോലീസ് ചേർക്കുമല്ലോ. എന്തൊക്കെ സാരല്ലേ ഈ പടം തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെയാണിത്. എന്റെ ആളിയാ ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വരുന്നാണ്ടാ വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പിൽ കയറ്റിക്കൂടെ? സൈക്കിള് പോയ സ്പീഡ് നോക്കിക്കോളെ. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പിൽ കയറ്റിക്കൂടെ? എന്തൊക്കെ സാധനങ്ങളല്ലേ. ഇത് കൊള്ളാല്ലേ. അപ്പൊ ഈ പേനയുടെ മഷി വാഷ് ചെയ്യുമ്പോ ഇത് പിടിക്കൂല്ലേടാ? ഫ്രീ വൈഫൈ, യൂസർ നെയിം അമേസിംഗ് ഓട്ടോ 5G, പാസ്വേഡ് ഫ്രീ ഫോർ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സസ്, സാനിറ്റൈസിംഗ് വർക്കേഴ്സ്. ആമസോൺ എക്കോ. എടാ ഡിസ്പോസബിൾ ഫ്രീ ഐപാഡ് ബ്രൗസിംഗ് ഫോർ കസ്റ്റമേഴ്സ്. ഇത് എവിടുത്തെ ഓട്ടാണത്?
ഫുഡ് ഗീവ് അവേ ഡിലീറ്റ് ആക്കി ഇൻസ്റ്റ വരെ ഡിലീറ്റ് ആക്കി എന്ന് അറിഞ്ഞത്. ഗ്ലേഷ്യർ മാഷ് അക്കൗണ്ടിൽ എന്താ നിഞ്ച ഇൻസ്റ്റൽ ഗിവ് അവേ ഉണ്ട്, ഒന്ന് സപ്പോർട്ട് ആക്കുമോ? A few moments later. കുറച്ച് റൂൾസ് ഉള്ള ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യണം, അവന്റെ BGMI സ്റ്റോറിൽ ജോയിൻ ചെയ്യണം, പിന്നെ അവന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഒരു കമന്റ് ഇടണം, ഒരു കമന്റ് ഇടണം, 3 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യണം. കഴിഞ്ഞോ തന്നെ ഡിമാൻഡ്സ്? ഇല്ല സാർ ഇനിയും പിന്നെ ആധാർ കാർഡ് അയച്ചു കൊടുക്കണം, പിന്നെ പാൻ കാർഡ് അയച്ചു കൊടുക്കണം, പിന്നെ ഷർട്ടിയുടെ കളർ അയച്ചു കൊടുക്കണം. മൂഡ് 6 ഏട്ടാ, മൂഡ് മാറിയ ഗിവ് അവേ ചെയ്യണേ കുണ്ണേ. എന്നൊക്കെ ചെയ്യണോടാ നിന്റെ വീട്ടിൽ വന്ന് ഇനി ജോലി കൂടെ ചെയ്തു തരണം കുണ്ണെ, ഒരു അക്കൗണ്ടിന് വേണ്ടി. അവന്റെ കുണ്ണ ഗിവ് അവേ എന്നാടാ റൂള് മൈര ഇത്? നമ്മൾ തമ്മിൽ എത്ര സിനിമ അഭിനയിച്ചിട്ടുണ്ടാവും ശോഭന? 65 65 കുറച്ച് കൂടുതലല്ലേ? 60 55 55 ഓക്കെ 85 സിനിമകൾ. വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ വരില്ലേ? ആരും വിളിച്ചില്ലല്ലോ. നൈസറാ. ഏട്ടാ അത് പറഞ്ഞപ്പോ ഏട്ടാ